ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇവിടെയൊക്കെ രാവിലെ ഇതാ നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പും മഞ്ഞും നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിറയെ പക്ഷികളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പക്ഷികളുടെ സൗണ്ടും പൂക്കളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. രാവിലെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ കുറച്ച് നേരം ഇതിനു വേണ്ടി ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാൻ നോക്കാറുണ്ട്. ചെടികൾ മാത്രമല്ല, ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ആസ്വദിക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പപ്പൂസ് എഴുന്നേറ്റ് വന്നിട്ട് അവനൊരു ഊഞ്ഞാൽ കെട്ടി കൊടുത്തിട്ടുണ്ട്, തുമ്പിക്കും അപ്പൂനും കൂടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് നേരം ആടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഊഞ്ഞാൽ കെട്ടണമെന്ന്. ഇന്ന് രാവിലെ വെറൈറ്റി ആയിട്ട് ഞാനിതാ ബീട്രൂട്ട് കൊണ്ടൊരു ദോശയാണ് ഉണ്ടാക്കി കേട്ടോ. ഒന്നാമത് അപ്പൂനൊക്കെ ബീട്രൂട്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊക്കെ ഇങ്ങനെ പല രീതിയിൽ ബീട്രൂട്ട് കഴിപ്പിക്കാനാണ് ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ദോശയ്ക്ക് ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. ഇത് കാണുമ്പോൾ നല്ല കളറും കുട്ടികളെ ആകർഷിക്കാൻ ഒരു ഇതുമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല. നമ്മൾ സമയം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് സമയമൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറച്ചൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇതെൻ്റെ പൂച്ചട്ടിയിലുണ്ടായ ഒരു തക്കാളിയാണ് കേട്ടോ. ഞാൻ വിചാരിക്കാതെ ഉണ്ടായതാണ്. അതുപോലെ അത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പൂക്കളൊന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ചെടി നിറയെ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു ചെടിയാണ്, പക്ഷെ നിറയെ പൂക്ക് വിരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇന്നത്തേത് കേട്ടോ. ഇത് കണ്ടില്ലേ, മരം കുത്തി. ഇവിടെ എപ്പോഴും രാവിലെ ഒരു പാത്രത്തിൽ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഇന്നത്തെ അതിഥിയാണ്. വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെ കണ്ടോ, ചെടികളുടെ ഇടയിൽ ഒളിഞ്ഞു നോക്കുന്നത് അരിപ്രാവാണ് കേട്ടോ. കുറുകി കുറുകി വരികയാണ്. അപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ ഇയാൾ പോയി കഴിഞ്ഞാൽ അയാൾ പതുക്കെ വന്ന ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ. അങ്ങനെ നിറയെ പക്ഷികൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിലുള്ളവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ആ പക്ഷികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.